ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ അഖില ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനത്തെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അഴീക്കൽ ബീച്ചിൽ പോവാണ്. കാരണം അവിടെ കാർണിവൽ സ്റ്റാർട്ടായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് കാർണിവൽ അവിടെ ഫിനിഷ് ആയിട്ടുണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഫിനിഷ് ആയിട്ടില്ല. ജനുവരി 5 വരെ അവിടെ കാർണിവൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വന്നാലോ? പോയിട്ടരാം. ഞങ്ങളുടെ ബാക്കിൽ സ്റ്റാർ കാണുന്നില്ലേ? ആ നല്ല സ്റ്റാർ അല്ലേ അത്? അതെ 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 അതെ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മൾ ബീച്ച് സൈഡിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. ഇതാണ് കേട്ടോ അഴീക്കൽ ബ്രിഡ്ജ്. നമ്മൾ കൊച്ചിരി ജെട്ടി വഴിയാണ് വന്നത്. കൊച്ചിരി ജെട്ടിയെയും അഴീക്കൽ ബീച്ചിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇതാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. പണ്ടൊക്കെ നമുക്ക് അഴീക്കൽ ബീച്ചിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ട് വേണമായിരുന്നു എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കൊച്ചിയുടെ ജെട്ടി വഴി ഇങ്ങനെ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് സിംപ്ലി ബീച്ചിലെത്താൻ വേണ്ടിയിട്ട് പറ്റും. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ബിഫോർ ആണെന്ന് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഈ ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം കാശിക്കുട്ടനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഇവിടെ വന്നിട്ടേ ഇല്ല. കാരണം ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ട് അവൻ എപ്പോഴും ബഹളമാണ്, ബീച്ചിൽ വരണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ്. പക്ഷെ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ ഇങ്ങനെ ഒരു കാർണിവൽ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അത് കുഞ്ഞിനെ കൊണ്ടുവന്നൊന്ന് കാണിക്കാമല്ലോ എന്നുള്ളൊരു വിചാരത്തിൽ ചാടി പുറപ്പെട്ടതാണ്. ഹലോ, അപ്പം ദാ നമ്മൾ ഇവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. സ്പോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല, ആക്ച്വലി ഇതിൻ്റെ ബാക്ക് പോർഷനിലാണ്. നമ്മളിവിടെ ദാ കടൽ കാണാൻ വേണ്ടിയിട്ട് കാശിക്കുട്ടനെ കൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഗാനമേള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ദാ ഈ ഒരു ബാക്ക് പോർഷനിൽ ഗാനമേളം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റോപ്പ് വന്ന സമയത്ത് ഞാൻ ദാ ഇപ്പോൾ എടുത്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചിട്ട് അപ്പത്തോട്ട് പോവാം. ബൈ. നമ്മളിവിടെ സംസാരിച്ചിരുന്ന ടൈമിൽ കാശിക്കുട്ടൻ ദാ പപ്പാച്ചിയും ചാച്ചിയും വിളിച്ചിട്ട് ബീച്ച് സൈഡിൽ കളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തിരിച്ച് കയറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ടാസ്ക് തന്നെയാണ് കുട്ടികളെ. ഹായ്. കാശിക്കുട്ടനെ ചാച്ചിയുടെ മാൻഡേറ്ററി വെള്ളത്തിൽ കളിതാ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഇതിൽ ആരാണ് അപ്പൂപ്പൻ ആരാ കൊച്ചുമോൻ എന്നുള്ള വലിയ കൺഫ്യൂഷനിലാണ് ഞാൻ ദാ ഇപ്പം ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ കാശി അവൻ്റെ ചാച്ചിയെ മാത്രമേ ചൂസ് ചെയ്യാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കാണല്ലോ അല്ലേ? എന്തായാലും നമുക്ക് ഇന്ന് അവരെ ഇവിടെ നിന്ന് കയറ്റാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം. കടലിൽ കളിച്ചോ? നനഞ്ഞോ നോക്കട്ടെ. അയ്യോ, അയ്യോ. അപ്പൊ കടലിലെ വെള്ളത്തിക്കളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കാശിക്കുട്ടൻ എന്താ അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ പോയി കയറിയിട്ടുണ്ട്. എന്തായാലും ഇതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓണേഴ്സിന് അധികം പണിപ്പെടേണ്ടി വരത്തില്ല. കാരണം അതിലുള്ള എല്ലാ ചളിയും മണ്ണും അഴുക്കും എൻ്റെ മോൻ അതിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ്റെ ഡ്രസ്സിലാക്കിയിട്ട് ദാ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പിള്ളേരെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ ഉത്സവം കൈൻഡ് ഓഫ് പ്രോഗ്രാംസിനും ഈ ഒരു ടോയ് മസ്റ്റാണ്. ഞാൻ ആകപ്പാടെ പെട്ടുപോയിട്ടുള്ള ഒരേ ഒരു സംഭവം ഇത് മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ ഇനി എങ്ങനെ ആക്കി തേച്ച് വൃത്തിയാക്കുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല ദൈവമേ. എന്താണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാവോ? ബീച്ച് സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അടുത്ത് ചെയ്യാൻ പോകുന്നത്? അത് തന്നെയാണ് ഇവിടെയും നടക്കാൻ പോകുന്നത്. നമ്മുടെ ഫോട്ടോഗ്രാഫർ രാഹുൽ മോൻസും ഫാദർലോയും കൂടി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു ബിഗ് ഫോട്ടോഗ്രാഫിക് സെക്ഷനാണ് ഗൈസ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് കാണുന്നില്ലേ? അതല്ലേ പ്രാർത്ഥനയ്ക്കുന്നുണ്ട് അല്ലാതെ കുഞ്ഞാടെ വളർത്തിട്ട് കഴിഞ്ഞില്ല നമ്മള് ആദ്യം എടുത്തില്ല. കൈ നോക്കി അപ്പം ഞങ്ങളിതാ പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ടൈം അത്യാവശ്യം നല്ലതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്. കാർണിവൽ നടക്കുന്ന പോർഷനിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് കറൻ്റ്ലി നമുക്കറിയില്ല.
ഇപ്പോൾ ദാ നമ്മൾ ഇവിടുന്ന് പാവ് ബജിയൊക്കെ വാങ്ങി, അങ്ങനെ കുറച്ച് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ വാങ്ങി, അങ്ങനെ ഇവിടെ ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ചില്ലടിച്ച് നിന്ന് കഴിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. അങ്ങനെ കാശിക്കുട്ടൻ ദാ അവൻ്റെ മെയിൻ മോട്ടീവായിട്ടുള്ള ഐസ്ക്രീം എന്ന സ്വപ്നത്തിലേക്ക് കരഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനത് നേടിയെടുക്കുകയും ചെയ്തു കേട്ടോ. നമ്മൾ ദാ ബീച്ച് സൈഡിലെ അംഗം കഴിഞ്ഞിട്ട് കാർണിവൽ കറക്റ്റ് നടക്കുന്ന പോർഷനിലോട്ട് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാ ഇവിടെയാണ് അതിൻ്റെ ചെറിയൊരു എൻട്രൻസ് പോലെ ദാ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ദാ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു അത്യാവശ്യം നല്ല ഒരു സംഭവമായിട്ട് തോന്നി കേട്ടോ. കാരണം ഒത്തിരിയും പേര് അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഈ പോർഷനിലാണ് എക്സാക്ട്ലി കാർണിവൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ദാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ പെറ്റ് ഷോ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ എൻട്രൻസ് പോർഷനിൽ തന്നെ ദാ കണ്ടില്ലേ, കുറേ ലവ് ബേർഡ്സ് ആണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് ബേർഡ്സും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇതിൻ്റെ എക്സൈറ്റിംഗ് പോർഷൻ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. നമുക്ക് ഉള്ളോട്ട് പോകാം. ഇത് കണ്ടോ, ഈ കാണുന്നത് റിയൽ ആണോ അതോ എൻ്റെ ഇമാജിനേഷൻ ആണോ എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനിൽ ഇതുവരെ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ലെന്ന് പറയുന്നതാവും ഏറ്റവും വലിയ സത്യം. 2 വെറൈറ്റീസ് ഓഫ് പൈത്തൺസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ധൈര്യശാലി ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വമേധയാ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും ധൈര്യം ഞാൻ ചാൾസ് ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന സിനിമ ഡയലോഗാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത്. എൻ്റെ തന്തപ്പടിക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്നുള്ള കാര്യം ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത്. ഇതെന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയ ഒരു സംഭവമാണ്. എക്സൈറ്റ്മെൻറ്റും അറ്റ് ദ സെയിം ടൈം ഭയങ്കര പേടിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ നിന്നത്. എന്തൊക്കെ വികാരങ്ങളായിരുന്നെന്ന് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ നീണ്ട നേരത്തെ ഒരു സാഹസികതയ്ക്ക് ശേഷം നമ്മുടെ മാസ്റ്റർ ഇവിടെ താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കുഞ്ഞു മാസ്റ്റർ ഇവിടെ ഒരു കുഞ്ഞു സാഹസിക പരിപാടിക്ക് വേണ്ടിയിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പാമ്പിനെ പിടിക്കാനൊന്നുമല്ല കേട്ടോ. ഇരിക്കുന്ന പാരറ്റ് ഉണ്ടോ, ആ പാരറ്റിനെ എടുത്ത് അവർ തോളിൽ വെച്ച് കൊടുക്കും. അതാണ് സംഭവം. മുള്ളംപന്നിയെ കാണാത്തവർ ഇവിടെ കമോൺ, ഇതാണ് ഗൈസ് മുള്ളംപന്നി. പിന്നെ അടുത്തതാ കുറേ വെറൈറ്റീസ് ഓഫ് പൈത്തൺസ് ഒക്കെ ഇവിടെ ഉണ്ട്. അവിടെ നമ്മൾ കണ്ടതിലും കുറച്ച് കൂടുതൽ വെറൈറ്റീസ് ഇവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. കാശിക്കോട്ടിന് ഇതിനെയൊക്കെ കണ്ട് വണ്ടർ അടിച്ച് കറങ്ങി അവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ബൈ ബൈ പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ലവ് ബേർഡ്സ് അവിടെ നിൽപ്പുണ്ട്. പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥയെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കരയണോ ചിരിക്കണോ എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങളപ്പോൾ. പൂട്ടിക്കെട്ടി പോവാന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇവിടെ കണ്ടോ, നല്ല അടിപൊളി ഒരു പണി കിട്ടിയിട്ടുണ്ട്. വേറൊന്നുമല്ല, കടലിലൊക്കെ കളിച്ചിട്ട് ഇപ്പുറത്തെ പോർഷനിലോട്ട് വന്നപ്പോഴത്തേക്കും കാർണിവൽ നടക്കുന്ന പോർഷൻ കണ്ടില്ലേ, എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് അവർ. എന്ന് വെച്ചാൽ ഇച്ചിരി മുന്നേ ലേറ്റ് ആയിട്ടുണ്ടേ, അതുകൊണ്ട് കണ്ടില്ലേ എല്ലാവരും തൂത്തുവാരി കെട്ടി. ഇനി ഒന്നിലും കേട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് കാശിക്കുട്ടന് മാത്രം ചെറിയൊരു ലക്ക് കിട്ടിയിട്ടുണ്ട്. ബോട്ടിങ് സെക്ഷനിൽ ലാസ്റ്റ് ഒരു കുട്ടി മാത്രം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവരോട് സംസാരിച്ചതിന് ശേഷമാണ് കാശിക്ക് ഒരു എൻട്രൻസ് അവിടോട്ട് കിട്ടിയത്. അത് ചെറിയൊരു ലക്കാണ്. പക്ഷേ നമ്മളുടെ അവസ്ഥ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നീ എന്ത് ചെയ്യാനാ, വീട്ടിൽ പോവല്ലേ രാലോട്ടാ? എന്ത് ചെയ്യാനാ, വീട്ടിൽ പോവല്ലേ? ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും എന്ത് ചെയ്യാനാ. ഇവിടെ വന്നതിൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 50% എങ്കിലും ഈ ഒരു വരവ് യൂസ്ഫുൾ ആയിട്ടുള്ളത് കാശിക്കുട്ടന് മാത്രമാണ്. ബിക്കോസ് അവനെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി എന്തായാലും നമ്മളിവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് വീട്ടിൽ തിരിച്ചു പോകുന്നതാണ് നല്ലത്. അപ്പോൾ എന്താ പറയുക,
കാർണിവൽ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് ബീച്ച് സൈഡിലൊക്കെ കളിച്ച് പെറ്റ് ഷോയും കണ്ടിട്ട് തിരിച്ചു പോകാനുണ്ട് ഗൈസ് ഞങ്ങളുടെ വിധി. അപ്പോൾ എന്ത് പറയാനാ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.